വിജയിപ്പിക്കേണ്ടത്. എല്ലാ വ്യാഴാഴ്ചയും സ്വലാത്തും മൗലൂദും പാരായണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ മുഅ്മിനീങ്ങളും ഇതിൽ പങ്കെടുക്കണമെന്ന് വിനീതപൂർവ്വം അറിയിക്കുന്നു. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്ത കുബൂരി പുരോഹിതന്മാർ പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ശിർക്കിലേക്കും കുഫ്രിലേക്കുമാണ് നയിക്കുന്നത്. അതിലൂടെ അവർ കണ്ടെത്തുന്നത് വൻ സാമ്പത്തിക ചൂഷണം തന്നെയാണ്. ജാറ വ്യവസായ കേന്ദ്രങ്ങളും ആത്മീയ മജ്‌ലിസുകളും പരിശോധിക്കുമ്പോൾ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. കോടികൾക്ക് ലേലം വിളിച്ച ജാറങ്ങൾ വരെ കേരളത്തിന്റെ മണ്ണിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. പുതിയൊരു ജാറം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ കണ്ടു, നമുക്കതൊന്ന് കാണാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മുഹ്യിദ്ദീൻ പള്ളിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ താണ്ടി, അതായത് ക്രിസ്ത്യൻ പള്ളിയുടെ സൈഡിൽ നമ്മൾ അദാനി പോർട്ടിൻ്റെ അടുത്തോടെ ചേർന്ന് നടക്കുന്ന ഒരു മക്ബറ ഉണ്ട്, കരിമ്പള്ളി ഔലിയ മക്ബറ. ഇവിടെ എല്ലാവരും എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മൗലൂദും സിയാറത്തും പാരായണം ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടിലെ എല്ലാ മുഅ്മിനീങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. നമ്മളാണ് ഇത് വിജയിപ്പിക്കേണ്ടത്. എല്ലാ വ്യാഴാഴ്ചയും സ്വലാത്തും മൗലൂദും പാരായണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ മുഅ്മിനീങ്ങളും ഇതിൽ പങ്കെടുക്കണമെന്ന് വിനീതപൂർവ്വം അറിയിക്കുന്നു. കണ്ടില്ലേ സഹോദരങ്ങളെ, 2 കബറുണ്ട്, പച്ച തുണി പുതപ്പിച്ചിട്ടുണ്ട്, ചന്ദനത്തിരിയുണ്ട്, എണ്ണവിളക്കുണ്ട്, പണപ്പെട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഭക്തജനങ്ങൾ അവിടെ പോയി അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തൊക്കെ അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആവലാദികളുണ്ടോ, എന്തൊക്കെ വേവലാദികളുണ്ടോ, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, അതൊക്കെ അവിടെ നിന്ന് നീക്കി തരുന്നതാണ്. അവിടെ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, അതുപോലെ തന്നെ മൗലീദ് പാരായണമുണ്ട്, അങ്ങനെ പലതും അവിടെയുണ്ട്. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും ആളുകളൊക്കെ അവിടേക്ക് എത്തണം. എല്ലാവരും അവിടേക്ക് പോയി അത് വിജയിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തൊക്കെ അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ച് അതിനെ വൻ വിജയമാക്കി തീർക്കണമെന്നാണ് മുഅ്മിനീങ്ങളോട് ഉണർത്തിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന രൂപത്തിലാണ്. കുറച്ചു നാള് മുമ്പ്, ഏതാണ്ട് 2-3 മാസം മുമ്പ്, നമ്മളൊരു പച്ചത്തത്തമുളിനെ പരിചയപ്പെട്ടല്ലോ, ഒരു ഫക്കീർ ഉമ്മാമാനെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ഫക്കീർ ഉമ്മാമയുള്ളത്. അവിടെ വലിയ സംഭവമാണ്. വിളിച്ചാൽ വിളിപ്പുറത്താണ് ഫക്കീർ ഉമ്മാമ. പെട്ടെന്ന് തന്നെ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീക്കി കൊടുക്കുന്നു എന്നതുപോലെ മറ്റൊരു ജാറമാണ് ഇവിടെ. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം സമസ്ത പുരോഹിതന്മാർക്ക്, ബഹുമാനപ്പെട്ടു പോയ സമസ്ത പുരോഹിതന്മാർക്ക്. മുക്കം ഉമർ ഫൈസി പറഞ്ഞ ഒരു സമസ്തയുണ്ടല്ലോ, ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത, അള്ളാഹു തൃപ്തിപ്പെട്ട മതമാണ് സമസ്ത മതം എന്ന് പറഞ്ഞല്ലോ. ആ സമസ്ത മതം സമൂഹത്തിന് സംഭാവന ചെയ്തതാണ് ഈ ജാറ വ്യവസായ കേന്ദ്രങ്ങൾ, ആത്മീയ മജ്‌ലിസുകൾ. മനസ്സിലായല്ലോ? സൂഫി ത്വരീഖത്തുകൾ, ഇതൊക്കെ ഈ സമസ്ത കുബൂരികൾ കേരളത്തിന്റെ മണ്ണിൽ സംഭാവന ചെയ്ത കാര്യങ്ങളാണ്. അതിന്റെ തിക്തഫലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാറങ്ങളാണ്, ആത്മീയ മജ്‌ലിസുകളാണ്. ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള കറാമത്തുകളാണ് സപ്ലൈ ചെയ്യുന്നത്. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, ഏതൊക്കെ പ്രതിസന്ധികളിലാണോ, എല്ലാറ്റിനും പരിഹാരമുണ്ട്. അവിടേക്ക് പോകണം. വ്യാഴാഴ്ച തോറും അവിടെ ദിക്റുകളുണ്ട്, അതുപോലെ തന്നെ മൗലീദുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, അങ്ങനെ പലതും അവിടെയുണ്ട്. അതുകൊണ്ട് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എല്ലാവരും അങ്ങോട്ട് പോയി നിങ്ങളുടെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ച് അതിനെ വൻ വിജയമാക്കി കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേറൊരു സാധനത്തിനെ കാണാം. അത് കണ്ടിട്ട് എന്നെ ഒന്നും പറയരുത്. സമസ്തക്കാർ തന്നെയാണ് ഇതിന് ഉത്തരവാദി. നിങ്ങൾ കണ്ടു നോക്കൂ.
കണ്ടില്ലേ സഹോദരങ്ങളെ, ഇവിടെ ഈ ചങ്ങാതി ഇവിടെ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ എല്ലാം വലിച്ചെറിയുകയാണ്, വലിയ രീതിയിൽ ആക്രമണം വഹിച്ചു വിടുകയാണ്. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം സമസ്ത മുസ്ലിയാക്കന്മാർക്ക് തന്നെയാണ്. ഞങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല, അതൊക്കെ കള്ളത്തരീക്കത്തുകാരാണ് എന്നൊക്കെ പറഞ്ഞ് തടിയൂരാനും നിങ്ങൾ നോക്കണ്ട. നിങ്ങളെ മുതുകത്ത് ഞങ്ങൾ കെട്ടിത്തരും, നിങ്ങളെ തലയിക്കെട്ടിൽ കെട്ടിത്തരും ഞങ്ങള്. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഇത്തരം പ്രവണതകളുമായി ആരൊക്കെ വരുന്നുണ്ടോ, തങ്ങൾമാരുടെ പേര് പറഞ്ഞു വന്നാലും ശരി, ആത്മീയ മജ്‌ലിസിന്റെ പേര് പറഞ്ഞാലും ശരി, വലിയ ദർജയുള്ള ആളാണ് എന്ന് പറഞ്ഞാലും ശരി, വലിയ കറാമത്തുള്ള ആളാണ് എന്ന് പറഞ്ഞു വന്നാലും ശരി, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ആളുകൾ വരുന്നുണ്ടോ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം അത് സമസ്താലയത്തിന് തന്നെയാണ്. ഉമർ ഫൈസി പറഞ്ഞ ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത എന്ന് പറഞ്ഞല്ലോ, ആ സമസ്ത കൂടാരത്തിന് തന്നെയാണ്. ഇതിന്റെയൊക്കെ തുടക്കക്കാർ നിങ്ങൾ തന്നെയാണ്. ഇത്തരക്കാർക്ക് ഈ രീതിയിൽ രംഗപ്രവേശനം നടത്താൻ പ്രചോദനമായത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെയാണ്. ഇതിൽ നിന്നും തടിയൂരാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. നിങ്ങളുടെ സമസ്താലയം എന്ന് പറയുന്ന കൂടാരം തന്നെ നിർമ്മിക്കാൻ കാരണം ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്ന സെൽഫികളെയും മൗദൂദികളെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയാണ് എന്ന് മുക്കം ഫൈസി തന്നെ പറഞ്ഞതാണല്ലോ. അതൊക്കെ ഞങ്ങൾ പണ്ടേ എതിർത്തതാണ്. അതൊക്കെ ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളാണ്, ഇസ്ലാമുമായി അതിന് ബന്ധമില്ല എന്നൊക്കെ പറയും. എന്നാൽ സമസ്തയുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ട്, അവർക്ക് ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എങ്കിൽ അവർ പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാകും, ബഹുമാനപ്പെട്ടു പോയ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാകും. അല്ല എങ്കിൽ പിഴച്ചവരാണ്, പിഴപ്പിക്കുന്നവരാണ്, കള്ളത്തരീക്കത്താണ്. മനസ്സിലായല്ലോ? ഈ രീതിയിലാണ് പുരോഹിതന്മാർ ഇതിനൊക്കെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ പരലോക വിജയമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ ഇത്തരം പുരോഹിതന്മാരുടെ പിന്നാലെ പോകാതിരിക്കുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ഫിത്നയിൽ നിന്ന്, ശിർക്കും കുഫറും കലർന്ന വിശ്വാസത്തിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി